പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൽ കൂടെ അനുഗ്രഹീത കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷനിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരം എനിക്കൊരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസി സിസ്റ്റർ റോസ്ലിൻ സുരേഷ് അവർകളോടും മറ്റ് പിന്നണിയ പ്രവർത്തകരോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഗ്രൂപ്പിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവം ഇത്രത്തോളം ഈ ഗ്രൂപ്പിലൂടെ അനേക ദൈവിക സന്ദേശങ്ങൾ പങ്കുവെക്കുവാൻ ദൈവം അവസരം നൽകിക്കൊണ്ടിരിക്കുന്നുവല്ലോ. അനേക ദൈവദാസി ദാസന്മാരിൽ കൂടെ ദൈവത്തിന്റെ സന്ദേശം പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവിടങ്ങളിലായി ദൈവത്തിന്റെ ക്രിയകൾ പ്രവൃത്തികൾ ആമേൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ പ്രധാന ചിന്താവിഷയം എന്ന് പറയുന്നത് കർത്താവിന്റെ മടങ്ങിവരവ് എന്ന വിഷയമാണല്ലോ. ഈ 7 ദിവസം നടക്കുന്ന കൺവെൻഷനിലും കർത്താവിന്റെ മടങ്ങിവരവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം സംസാരിക്കുമ്പോൾ ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് അവിടങ്ങളിലായി ആത്മാക്കളെ ഒരുക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. കാലം തികഞ്ഞു. പ്രൈസ് ഗോഡ്. ഇനിയും സമയമില്ല. ഒരുങ്ങുവാനുള്ള സമയമല്ല ഇനിയുള്ളത്. കർത്താവിനോടുകൂടെ കടന്നു പോകുവാനുള്ള സമയമാണ്. അതുകൊണ്ട് ആമേൻ ഇന്ന് പകൽക്കാലം കൂടെ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ജീവിതത്തിൽ ഒരുങ്ങേണ്ട സാഹചര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ ഒരുങ്ങുവാനും കാത്തിരുന്ന് കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാനുമുള്ള സമയമാണ്. അതുകൊണ്ട് വചനം നന്നായി ശ്രദ്ധിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ മടങ്ങി വരവ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 32-ഉം 33-ഉം വാക്യങ്ങൾ. മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 32-ഉം 33-ഉം വാക്യങ്ങൾ. അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നു. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ. ഒരിക്കൽ കൂടെ ഞാനിത് വായിക്കാം. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വ്യക്തമായ ഒരു ജാഗ്രത നിർദ്ദേശമാണ് തിരുവചനം നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം നാം സൂക്ഷിച്ചു കൊള്ളേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ടെന്നാൽ ആ നാളും നാഴികയും സംബന്ധിച്ച് യാതൊരു അറിവ് നമുക്ക് മാത്രമല്ല പുത്രനും കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ നാം ആമേൻ ഒരുങ്ങി കാത്തിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ജാഗ്രതാ നിർദ്ദേശം സൂക്ഷിച്ചു കൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നെന്നെ കേൾക്കാൻ പോകുന്ന പ്രിയമുള്ളവരോടും കൂടെ ആമേൻ എനിക്ക് പറയുവാനുള്ളത് വിശുദ്ധ വേദപുസ്തകം പറയുന്ന ജാഗ്രതാ നിർദ്ദേശം എന്ന് പറയുന്നത് സൂക്ഷിച്ചു കൊള്ളുവീൻ. കർത്താവിന്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. തന്റെ രഹസ്യ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ആ നാളോ ആ നാഴികയോ നമുക്ക് അറിയുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് അനേക വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ ഈ കൺവെൻഷൻ ആണെങ്കിൽ പോലും ചില ബൈബിൾ സ്റ്റഡി പോലെ ദൈവത്തിന്റെ വചനം ചില രീതിയിൽ പഠിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായതുകൊണ്ട് അത്തരത്തിൽ കൂടെ ഞാൻ തിരിയുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അത്തരത്തിൽ ദൈവാത്മാവ് നടത്തുന്നത് പോലെ ഞാൻ കടന്നു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പഠിക്കുന്നതും ദൈവത്തിന്റെ വചനം കേൾക്കുന്നതും അത് പ്രമാണിക്കുന്നതും നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന പഠിക്കുന്ന അത് പ്രമാണിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ പോകുകയാണ്. ഇന്ന് നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ പോലും ദുരുപദേശങ്ങളുടെ ഒഴുക്ക് നമുക്ക് ലോകമെമ്പാടും കാണുവാൻ കഴിയും. അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വേണമോ?
യേശുവിങ്കിലേക്ക് കടന്നു വരിക. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമോ, കാർ വേണമോ, സമ്പത്ത് വേണമോ, യേശുവിങ്കിലേക്ക് കടന്നു വരിക എന്നൊക്കെ പറഞ്ഞ് കബളിപ്പിക്കുന്ന ഉപദേശം, ദുരുപദേശം ലോകമെമ്പാടും പരത്തിവിടുന്ന ദുരുപദേശക്കാരെ നാം ഈ കാലഘട്ടങ്ങളിൽ അധികമായി കാണാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ദുരുപദേശം കേൾക്കുവാനല്ല നമ്മുടെ ചെവി കൂർമ്മയാക്കേണ്ടത്, മറിച്ച് ആ ഉപദേശത്തെക്കാൾ ഉപരിയായി എന്റെ കർത്താവിനോട് കൂടെ വാഴുവാനുള്ള ദിവസം അടുത്തു. അതുകൊണ്ട് കർത്താവിനോട് കൂടെ ഇരിക്കുന്നതാണ് എനിക്ക് ഈ ലോകത്തിൽ ലഭിക്കുന്ന സകല ശ്രേഷ്ഠതയെക്കാളും മേത്തരമായതെന്ന് ചിന്തിച്ചും അറിഞ്ഞും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ദൈവവചനത്തിൽ ശ്രദ്ധ തിരിക്കുന്നു എങ്കിൽ നാം ഒരിക്കലും ദുരുപദേശത്തിൽ നമ്മുടെ ചിന്ത മാറിപ്പോകുകയില്ല. അതുകൊണ്ട് ആരെങ്കിലും ദുരുപദേശത്തിന്റെ പിന്നിൽ പോകുന്നു എങ്കിൽ മടങ്ങി വരുവാനുള്ള ഒരു ആഹ്വാനവും ഒരു ജാഗ്രതയും കൂടെ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, വാഗ്ദത്തങ്ങളുടെ കലവറയാണ് വിശുദ്ധ വേദപുസ്തകം. വാഗ്ദത്തങ്ങൾ അനേകം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഈ സകല വാഗ്ദത്തങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദത്തമാണ് കർത്താവിന്റെ മടങ്ങി വരവ് എന്ന് പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് കർത്താവിന്റെ മടങ്ങി വരവാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ മധ്യത്തിലുള്ള അല്ലറ ചില്ലറ വാഗ്ദത്ത നിറവേറുതൽ നടന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നാം സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, നാം വിഷമിക്കേണ്ട ആവശ്യമില്ല. വരാൻ പോകുന്നു അതിനേക്കാൾ മേത്തരമായ ദൈവിക വാഗ്ദത്തം എന്നുള്ളതിൽ യാതൊരു വിധമായ സംശയമില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ ലോകത്തിൽ എനിക്ക് ഒന്നുമില്ല എങ്കിലും, ഈ ലോകത്ത് എനിക്ക് നേടുവാൻ കഴിഞ്ഞില്ല എങ്കിലും, ഈ ലോകത്ത് എനിക്ക് സാമ്പത്തികമായി ഉയരുവാൻ കഴിഞ്ഞില്ല എങ്കിലും, മറ്റു മേഖലയിൽ ഒന്നും എനിക്ക് എത്തിപ്പിടിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും, ഉയരെ എനിക്ക് പറക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും, എന്റെ പ്രാണപ്രിയനോട് ചേർന്നിരിക്കുവാൻ ഒരവസരം കൂടെ എനിക്ക് ലഭിക്കുന്നത്, അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വാഗ്ദത്തം. അതുകൊണ്ട് എനിക്ക് മതി എന്ന് പറയുവാൻ എത്ര പേർ തയ്യാറാണ്? എന്റെ പ്രിയനോട് കൂടെ ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഉത്തമം, ശ്രേഷ്ഠ ഭാഗ്യം എന്ന് പറയുവാൻ എത്ര പേർ തയ്യാറായിട്ടുണ്ട്? പ്രിയ ദൈവമക്കളെ, നാം ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, ദുരുപദേശത്തിൽ നാം കുടുങ്ങിപ്പോകരുതേ. പല വാഗ്ദത്തങ്ങളും പറഞ്ഞ് അതിൽ നാം വീണു പോകാൻ ഇടയാകരുത്. മറിച്ച് എന്റെ കർത്താവിനോട് ചേർന്നിരിക്കുക, ആ വാഗ്ദത്തത്തിൽ തന്നെ മുറുകെ പിടിക്കുക. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 96% അധികമായി വാഗ്ദത്തങ്ങൾ നിറവേറി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇനിയും നിറവേറുവാനുള്ളത് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവും അതിനോട് ചേർന്നുള്ള അനന്തര സംഭവങ്ങളും മാത്രമാണ് ഇനിയും നിറവേറുവാനുള്ളത്. ഇതുവരെയുള്ള എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറി കഴിഞ്ഞു എങ്കിൽ ഈ 4% വാഗ്ദത്തം എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ മടങ്ങി വരവും അതിനോട് അനുബന്ധമായുള്ള സംഭവങ്ങളുമാണ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുങ്ങുവാൻ സമയമില്ല. കർത്താവിന്റെ കൂടെ മണിയറയിൽ പ്രവേശിക്കുവാനുള്ള സമയമായി. അതുകൊണ്ട് എത്രയും വേഗം, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ കർത്താവ് വന്നാൽ നാം ഉയരെ പറക്കുവാൻ, ആ വാഗ്ദത്ത നമുക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തേക്ക്, ആ മധ്യാകാശത്തേക്ക് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് നാം ജീവിക്കുന്നത് അന്ത്യകാലമാണ് എന്ന് നമുക്ക് എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്? അന്ത്യകാലവും അന്ത്യകാല സംഭവങ്ങളും കൊണ്ടാണ് ഈ നാളുകൾ നിറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ 260 അധ്യായങ്ങളുണ്ട്. ഈ 260 അധ്യായങ്ങളിൽ 318 വാക്യങ്ങളും കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാണ്. 318 പ്രാവശ്യം യേശു
ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 260 അധ്യായങ്ങളെ ഉള്ളൂ എങ്കിലും 318 പ്രാവശ്യം അതിനുള്ളിൽ നിന്ന് യേശുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശു ക്രിസ്തു വേഗം വരുമെന്നുള്ളത് ആ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരായി തീരുവാൻ നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രപഞ്ചം യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രപഞ്ചം യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നാം ഒരുങ്ങുവാനല്ല, കാത്തിരുന്ന് കർത്താവിനോടുകൂടെ ആ മണിയറയിൽ പ്രവേശിക്കുവാനുള്ള സമയമായി പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന്റെ മടങ്ങിവരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇക്കാലത്ത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പല ധാരണകളുണ്ട്. പലരും പല കാര്യങ്ങളാ പറയുന്നത്. നാം ഒരുവരോട് സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ യേശു വരും എന്ന്. അമേൻ. മറ്റുള്ളവർ പറയുന്നു വരികയില്ല, ഇത് മിഥ്യയാണെന്ന് പറയുന്നു. എങ്ങനെ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം യേശു ക്രിസ്തു വീണ്ടും വരും എന്നുള്ളത്? അമേൻ, സത്യമാണ്. പ്രൈസ് ഗോഡ്. പലരും പറയുന്നത് യേശു വന്നിട്ട് പോയി കഴിഞ്ഞു. അമേരിക്കയിൽ നിന്നും സൈബീരിയയിൽ നിന്നും ഒക്കെ അങ്ങനെയുള്ളതായ അനേക കാര്യങ്ങൾ അനേക വ്യക്തികൾ പറഞ്ഞു യേശു വന്നു കഴിഞ്ഞിട്ട് പോയി, ഇനിയും യേശു വരികയില്ല എന്ന് പഠിപ്പിക്കുന്ന ഉപദേശങ്ങളുമുണ്ട്. മാത്രമല്ല മറ്റു ചിലർ പറയുന്നു ഇത് തികച്ചും മിഥ്യയാണ്, ചിലരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. യേശു വരും എന്ന് പറഞ്ഞ് അവരുടെ മുന്നോട്ടുള്ള പാതകൾ സ്ഥിരപ്പെടുത്തുവാൻ കഴിയാതെ അവർ നന്നായി ജീവിക്കുവാൻ അനുവദിക്കാതെ മുന്നോട്ട് പോകുവാൻ കഴിയാതെ മിഥ്യ പറഞ്ഞു പരത്തി നടക്കുകയാണ് ചില ക്രിസ്ത്യാനികൾ എന്ന് പഠിപ്പിക്കുന്ന ചിലരുണ്ട്. ഒന്നാമതായി യേശു വന്നിട്ട് പോയി കഴിഞ്ഞു എന്ന് പറയുന്നവരുണ്ട്. ക്രിസ്തു മടങ്ങി വരും എന്ന് പറയുമ്പോൾ എന്താണ് തെളിവ്? യേശു ക്രിസ്തു മടങ്ങി വരും. നാം പറയുന്നു യേശു മടങ്ങി വരുന്നു, തന്റെ സഭയാകുന്ന മണവാട്ടിയെ ചേർക്കുവാൻ യേശു വരുന്നു എന്ന് നാം പറയുന്നു. എന്നാൽ ഇതിന് തെളിവെന്താണ് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. 4 തെളിവുകളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1, പ്രവാചകന്മാർ യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്, പ്രസ്താവിച്ചിട്ടുണ്ട്. 2, ദൂതന്മാർ യേശുക്രിസ്തു പോയതുപോലെ മടങ്ങി വരും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 11-ാം വാക്യം, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് ദൂതന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. 3-ാമതായി അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ട് യേശു മടങ്ങി വരും എന്ന്. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് അറിയുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തു ഇതുവരെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അവൻ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശ്യന്മാരാകും എന്നും അതുകൊണ്ട് അപ്പോസ്തലന്മാർ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അപ്പോസ്തലനായ പൗലോസ് 1 തെസ്സലോനിയർ 4:16 കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെയെങ്കിൽ 3-ാമത്തെ തെളിവ് അപ്പോസ്തലന്മാർ നൽകിയിട്ടുണ്ട്, അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 4-ാമതായി യേശു തന്നെ പഠിപ്പിച്ച ഒരു കാര്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഇതിൽ കൂടുതൽ തെളിവ് എന്താ വേണ്ടിയത്? പ്രൈസ് ദി ലോർഡ്. പ്രവാചകന്മാർ പറഞ്ഞു. 2-ാമതായി
ദൂതന്മാർ പറഞ്ഞു, മൂന്നാമതായി അപ്പോസ്തലന്മാർ പറഞ്ഞു, നാലാമതായി യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിൽ കൂടുതൽ ഒരു തെളിവ് ഒരു ദൈവ പൈതലിന് ആവശ്യമില്ല എങ്കിൽ ആമേൻ ഹല്ലേലൂയ. മറ്റാർക്കും, ദൈവ പൈതലിന് മാത്രമല്ല ആർക്കും ഇതിനേക്കാൾ അപ്പുറമായ ഒരു തെളിവ് ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ മടങ്ങി വരവ് സത്യം സത്യം തന്നെയാണെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആമേൻ പലരും പലതും പറയുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള സത്യങ്ങൾ, മഹത് സത്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ടായതുകൊണ്ട് നാം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം, ധൈര്യമായിട്ട് മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയും. യേശു വീണ്ടും വരും എന്ന് പറഞ്ഞാൽ അവൻ വരും, അവൻ മടങ്ങി വരും, തന്റെ കാന്തയാകുന്ന മണവാട്ടിയെ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരുക്കമാണ് ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുന്നത്, മടങ്ങി വരവ്, ക്രിസ്തുവിന്റെ മടങ്ങി വരവ് എപ്പോൾ സംഭവിക്കും? പ്രൈസ് ദി ലോർഡ്. ആമേൻ. മടങ്ങി വരുന്നതിന്റെ തെളിവ് ഞാൻ പറഞ്ഞു. ആമേൻ. ഇനി അടുത്തതായി പറയുവാൻ ആഗ്രഹിക്കുന്നത്, മടങ്ങി വരവ് എപ്പോൾ സംഭവിക്കും? ഇത് ആർക്ക് അറിയാം? വിശുദ്ധ വേദപുസ്തകത്തിൽ മടങ്ങി വരവിനെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ യേശുവിന്റെ വരവ് എപ്പോഴാണ് എന്ന് ആർക്കും പറയുവാൻ കഴിയത്തില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. പുത്രനായ ക്രിസ്തു പോലും അറിയാത്ത സമയമാണ് ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ പുത്രൻ അവൻ ലോകത്തിന്, തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ, അഥവാ ഒലിവ് മലയിലിരുന്ന് അവൻ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ക്രിസ്തു പഠിപ്പിച്ച ചില പ്രസംഗങ്ങൾ, ചില ഉപദേശങ്ങളുണ്ട്. ആമേൻ. അത് മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് പല സംഭവങ്ങൾ നടക്കും. ഇതൊക്കെ നടന്നു കഴിയുമ്പോൾ ആമേൻ കർത്താവിന്റെ മടങ്ങി വരവ് ഉണ്ടാകും എന്ന് പറയുന്നു. അതുകൊണ്ട് ഏതു നിമിഷം കർത്താവ് മടങ്ങി വരും എന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല എങ്കിലും ഏതു നിമിഷവും കടന്നു വരുവാൻ കഴിയും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം ആമേൻ അനേക സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ 96% ആമേൻ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെയും നടന്നു കഴിഞ്ഞു. ഇനിയും സംഭവിക്കുവാനുള്ളത് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവും അനന്തര സംഭവങ്ങളും മാത്രമാണ്. മാത്രമല്ല മടങ്ങി വരവിന് അടയാളങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനിയും വ്യക്തമാക്കുവാൻ കഴിയും. ഒന്ന്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായം 25 വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നു ആകാശത്തിൽ സംഭവിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ്. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യൻ നിർജീവന്മാരാകും. പ്രൈസ് ദി ലോർഡ്. ഭൂലോകത്തിന്, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ, പ്രിയ ദൈവമക്കളെ, ഇന്ന് ആകാശത്തിന്റെ പല ശക്തികളും ഇളകിപ്പോകുന്നത് കൊണ്ട് മനുഷ്യൻ എന്തു ചെയ്യണമെന്നറിയാതെ നിർജീവാവസ്ഥയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ജനങ്ങൾ നിർജീവ അവസ്ഥയിലാണ്. അമ്മൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അടുത്തത് എന്താണ്? ഇത് മടങ്ങി വരവിന്റെ അടയാളമാണ്. രണ്ടാമതായി ഭൂമിയിലെ അടയാളങ്ങളുണ്ട്. ഒന്ന് ആകാശത്തിലെ അടയാളങ്ങൾ, രണ്ട് ഭൂമിയിലെ അടയാളങ്ങൾ. അത് വായിക്കുവാൻ കഴിയുന്നത് മത്തായി സുവിശേഷം 24 അധ്യായമാണ്. അവിടെ നമുക്ക് വായിക്കുമ്പോൾ അവിടെയും ആമൻ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ആമൻ മഹാവ്യാധികളും ഒക്കെ സംഭവിക്കുമ്പോൾ ആമൻ ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭമാണ്. ആമൻ ഈ ആരംഭ കാര്യങ്ങൾ മുഴുവതും സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് പോലെ ഈ വിഷയങ്ങൾ അവൻ അടയാളങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതുകൊണ്ട് യേശു ക്രിസ്തു കടന്നു വരുന്ന തന്റെ രഹസ്യ വരവ്, തന്റെ മടങ്ങി വരവ് ഏതു നിമിഷം സംഭവിക്കും എന്ന് നമുക്കറിയുവാൻ കഴിയത്തില്ല. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് ഏതു നിമിഷം സംഭവിക്കുവാൻ പോകുന്നു എന്ന് അറിയത്തില്ലെങ്കിൽ പോലും
ആമേൻ സംഭവങ്ങൾ അനുസരിച്ച് നമുക്കറിയാൻ കഴിയുന്നത് വേഗം തന്റെ കാന്തയാകുന്ന മണവാട്ടിയെ ചേർക്കുവാൻ, സഭയെ ചേർക്കുവാൻ യേശു മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആകാശത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടോ? പ്രൈസ് ഗോഡ്. ഭൂമി ആമേൻ ഹല്ലേലൂയ വിറയ്ക്കുന്നത് കണ്ടോ? ആമേൻ മഹാവ്യാധികളും ആമേൻ ഹല്ലേലൂയ രോഗങ്ങളും ആമേൻ ദുഃഖങ്ങളും മുറവിളികളും ആമേൻ ഈ ദേശത്തുണ്ടാകുന്നത് കണ്ടോ എന്ന് പാട്ടുകാരൻ പറയുന്നത് പോലെ പ്രൈസ് ദി ലോർഡ് ഈ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് പ്രാണപ്രിയന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാണപ്രിയൻ വരാൻ കാലമായി പ്രിയ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, ആകാശത്തിന്റെ ശക്തി ഇളകുന്നതാൽ ഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്നറിയാതെ ജനം പേടിച്ചു നിർജീവരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ സംഭവങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് അവന്റെ സമയം നാം അറിയേണ്ട ആവശ്യമില്ല, അവന് വേണ്ടി കാത്തിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ കർത്താവ് സമയം അറിയിച്ചിരുന്നു എങ്കിൽ ആ തക്ക സമയമായപ്പോഴേക്കും നാം ഓടി വന്ന് ഒരു മാനസാന്തരവും ഒരു മനംമാറ്റവും ഒരു രൂപാന്തരവും ഒക്കെ നമുക്കുണ്ടായിട്ട് യേശുവേ എന്നെയും രക്ഷിക്കണമേ എന്ന് ആ സമയത്ത് പറയുമായിരുന്നു. പക്ഷെ കർത്താവ് അതിന് സമ്മതിച്ചില്ല. കർത്താവ് എന്താ ആഗ്രഹിച്ചതെന്നറിയാമോ? ആമേൻ ഒരുങ്ങിയിരിക്കുന്നവരെ മതി കർത്താവിന്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ചിലരെ മതി കർത്താവിന്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും കൊണ്ടുപോകുവാനല്ല യേശു കർത്താവ് വരുന്നത്, മറിച്ച് ആമേൻ ഹല്ലേലൂയ വിശുദ്ധിയിലും ആമേൻ ഹല്ലേലൂയ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന തന്റെ സഭയെ ചേർത്തുകൊള്ളുവാനായിട്ടാണ് യേശു വരുന്നത്. എല്ലാവരെയും യേശുവിന് വേണ്ട. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആരൊക്കെ ജീവിതത്തിൽ ആമേൻ വിശുദ്ധിയിലും വേർപാടിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആമേൻ ക്രിസ്തുവിന് വേണ്ടി ആമേൻ നോക്കി പാർത്തിരിക്കുന്നുവോ അവരെ ചേർക്കുവാനായി യേശു വേഗം വരികയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നു 2 പത്രോസ് 3:9 പറയുന്നത്, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പലരുടെയും ചിന്ത എന്താണെന്നറിയാമോ? ഈ ലോകത്ത് ചിലതൊക്കെ സമ്പാദിക്കണം, ചിലതൊക്കെ ആമേൻ അധ്വാനിക്കണം, ചിലതൊക്കെ വാരിക്കൂട്ടണം, ചില കാര്യങ്ങളൊക്കെ നേടണം. ഇത് മാത്രമാ ചിലരുടെ ചിന്ത. കാരണം എന്താണെന്നറിയാമോ? ചിലർ ചിന്തിക്കുന്നത് യേശു ക്രിസ്തു ഇപ്പോൾ വരത്തില്ല, അതിന് താമസമെടുക്കും, യേശു വരാൻ കാലമെടുക്കും. അതുകൊണ്ട് ചിലർ താമസിക്കും എന്ന് നീ വിചാരിക്കുന്നത് പോലെ യേശു കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ, എന്താണ് വാഗ്ദത്തം? വേഗം വരാം എന്ന് ഉരച്ചതാണ് വാഗ്ദത്തം. ചിലർ വിചാരിക്കുന്നത് പോലെ അവൻ ഇനിയും താമസിക്കത്തില്ല, അവന്റെ വാഗ്ദത്തം നിവർത്തിയാക്കുവാൻ അവൻ കാലമായി. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് ചില പ്രത്യേകതകളുണ്ട്. ഈ മടങ്ങി വരവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അനേക പ്രത്യേകതകൾ നമുക്ക് പറയുവാൻ കഴിയും. അതിൽ ചില പ്രത്യേകതകൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് നമ്മുടെ കണ്ണിമയ്ക്കുന്നതിനിടയിൽ എല്ലാവരും രൂപാന്തരം പ്രാപിക്കും. നാം കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നാം ഇമ വെട്ടി തുറക്കുന്നതിന് മുമ്പ് അത് സംഭവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 15 അതിന്റെ 52 വാക്യത്തിൽ നമുക്കത് വായിക്കുവാൻ കഴിയും. അവിടെ ഇങ്ങനെ വായിക്കുന്നു, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടും. ഈ കണ്ണിമയ്ക്കുന്ന ഇടയിൽ സംഭവിക്കുന്ന 2 വിഷയം, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ പ്രത്യേകത, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും.
യേശു ക്രിസ്തുവിന്റെ വരവ് മത്തായി സുവിശേഷം 24 അധ്യായം അതിന്റെ 30 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നു. മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചു കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ പ്രത്യേകത, രണ്ടാമത്തെ പ്രത്യേകത, നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയും. 3, യോഹന്നാൻ എഴുതിയ സുവിശേഷം 10 അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആമേൻ. മത്തായി സുവിശേഷം 24:43, 1 തെസ്സലോനിക്കർ 5:2, 5:4, 2 പത്രോസ് 3:10 ഇവിടെ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് അപ്രതീക്ഷിതമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നാം പ്രതീക്ഷിക്കുന്ന സമയത്തല്ല നമ്മുടെ കർത്താവ് വരുന്നത്. നാം വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ കർത്താവ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആമേൻ, അപ്രതീക്ഷിതമായ സമയത്ത് യേശു കർത്താവ് വരുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്, നാം ഒരുങ്ങി കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്രതീക്ഷിതമായിട്ട് അവൻ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ആരും ചിന്തിക്കാത്ത സമയത്ത് യേശു ക്രിസ്തു മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അവൻ അപ്പോഴേ നമുക്കറിയാം, അതിന് ലോകം ഒരുങ്ങുകയില്ല. ദൈവജനമാണ് അവിടെ ഒരുങ്ങേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിലെയും അതിലുള്ള സർവചരാചരങ്ങളെയും നാം നോക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ യാതൊരുവിധമായ കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് അറിയുവാൻ കഴിയത്തില്ലായിരിക്കാം. എന്നാൽ യേശു ക്രിസ്തുവിന്റെ വചനം പറയുന്നത് അത് അപ്രതീക്ഷിതമായിരിക്കുന്നത് കൊണ്ട് ഈ ലോകം ഒരുങ്ങാതെയിരിക്കുമ്പോൾ, ഈ ലോകം ഒരുങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴും ദൈവജനം മനസ്സിലാക്കേണ്ടത് എന്റെ യേശു വരുവാൻ കാലമായി. പ്രൈസ് ദി ലോർഡ്. എന്റെ യേശു വരുവാൻ സമയമായി. എന്റെ യേശു വേഗത്തിൽ വരും. അവൻ എന്നെ ചേർത്തുകൊള്ളും. അത് അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ലോകം ഒരുങ്ങും എന്ന് വിചാരിച്ച്, പ്രൈസ് ദി ലോർഡ്, ലോകം വരും ഒരുങ്ങും എന്ന് വിചാരിച്ച് ദൈവജനം വെയിറ്റ് ചെയ്യരുതേ, വിശ്രമിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. വിശ്രമിച്ചാൽ നാം പിന്നീടും ഇവിടെ തന്നെ വിശ്രമിക്കേണ്ടി വരും. ഈ ലോകത്ത് നാം വിശ്രമിച്ചാൽ, ഈ ലോകം പോകുന്ന പോക്കിൽ നാമും വിശ്രമിച്ചു കൊണ്ടിരുന്നാൽ യേശു കർത്താവ് മടങ്ങി വരും, നാം പിന്നെയും വിശ്രമിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതം വിശ്രമിക്കാനായിട്ടുള്ളതല്ല. നമ്മുടെ ജീവിതം യേശു കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ജീവിതമേ. യേശുവിന്റെ വരവ് എപ്പോൾ സംഭവിക്കുമെന്ന് നോക്കി യേശുവിന്റെ ചിന്ത പ്രാപിച്ചുകൊണ്ട്, ഉയരത്തിലെ ഭാവം ധരിച്ചുകൊണ്ട്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നുകൊണ്ട് നാം ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു? യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ പ്രത്യേകത അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും. 4ാമതായി അവൻ മധ്യാകാശത്താണ് യേശു ക്രിസ്തു കടന്നു വരുന്നത്. 1 തെസ്സലോനിക്കർ 4 അധ്യായം 16 വാക്യം നാം വായിച്ചതാണല്ലോ. അവിടെ വായിക്കുന്നു, ആദ്യം മരിച്ചവർ പുനരുത്ഥാനം പ്രാപിക്കും, രണ്ടാമത്തെ കൂട്ടർ ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ആമേൻ. ഹല്ലേലൂയ. രൂപാന്തരം പ്രാപിച്ച് നാം എവിടെയാണ് കർത്താവിനെ ആമേൻ സന്ധിക്കുന്നത്? എവിടെയാണ് കർത്താവുമായിട്ട് ചേരുന്നത്? മധ്യാകാശത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മധ്യാകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ നാം കടന്നു പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എന്റെ പ്രാണനാഥൻ ഇതുവരെയും ഞാൻ പ്രിയം വെച്ചുകൊണ്ടിരുന്ന, ഇതുവരെയും പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എന്റെ പ്രാണപ്രിയനെ സന്ധിക്കുവാനായി, എന്റെ പ്രാണപ്രിയനോട് ചേർന്ന് ജീവിക്കുവാനായി മധ്യാകാശത്തിലേക്ക് കർത്താവേ നീ വേഗം വരണമേ.
Praise the Lord. എന്നെ ചേർത്ത് കൊള്ളുവാൻ വേഗം വരണമേ എന്ന് ആമേൻ എത്ര പേർ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നു. Praise the Lord. Hallelujah. വടങ്ങി വരവിന്റെ പ്രത്യക്ഷത ആമേൻ പ്രത്യേകത മനസ്സിലായല്ലോ. ഒന്ന്, നമ്മുടെ കണ്ണിമയ്ക്കുന്നതിനിടയിൽ അത് സംഭവിക്കും. രണ്ട്, നമ്മുടെ കണ്ണുകൊണ്ടത് കാണുവാൻ കഴിയും. മൂന്ന്, അപ്രതീക്ഷിതമായ ആമേൻ സമയത്തായിരിക്കും യേശു കടന്നു വരുന്നത്. നാല്, മധ്യാകാശത്തായിരിക്കും യേശു കടന്നു വരുന്നത്. അടുത്തതായി, ഈ മടങ്ങി വരവിൽ ആരൊക്കെ കടന്നു പോകുവാൻ ഇടയായിത്തീരും? യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് മധ്യാകാശത്ത് വന്ന് നിൽക്കുമ്പോൾ ആർക്കൊക്കെ ഉയരത്തിലേക്ക് പോകുവാൻ കഴിയും? യേശുവിനെ മുഖാമുഖമായി കാണുവാൻ ആർക്കൊക്കെ കഴിയും എന്ന് നാം ചിന്തിക്കുമ്പോൾ റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. യേശു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്തിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യേശുവിനെ കാണുവാൻ കഴിയത്തുള്ളൂ. വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന ഒരുവന് മാത്രമേ യേശുവിനെ കാണുവാൻ കഴിയത്തുള്ളൂ. ഈ വിശുദ്ധിയോടുകൂടെ ജീവിക്കണമെങ്കിൽ അവൻ എന്തു ചെയ്തിരിക്കണം? റോമർ 10:9 പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആ കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായ് കൊണ്ട് ഏറ്റുപറയുക. അങ്ങനെ പറയുമ്പോൾ, ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുവാനിടയായി തീരും. അവൻ രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി യേശുവിനെ കാണുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ യേശുവിന്റെ ആമേൻ ഹല്ലേലൂയ മധ്യാകാശ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ഇടയാവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക, ചിന്തിക്കുക. യേശുവിനെ എന്റെ ഹൃദയത്തിൽ എന്റെ കർത്താവായി ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ? എന്റെ വാ കൊണ്ട് യേശു രക്ഷകനെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? ഇത് രണ്ടും സംഭവിക്കുന്ന ഒരുവന് മാത്രമേ ക്രിസ്തുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ടവന് മാത്രമേ യേശുവിനെ ആമേൻ കാണുവാനുള്ള സാധ്യതയുള്ളൂ. രണ്ട്, രക്ഷിക്കപ്പെട്ടാൽ മാത്രം മതിയോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ. സ്നാനം എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് ആമേൻ വിശ്വാസ സ്നാനമാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. ആമേൻ. പഴയ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആമേൻ ആ പാപങ്ങൾ ആമേൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുന്നു. ആമേൻ. മാത്രമല്ല, അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് വിശ്വാസ സ്നാനം. ഈ വിശ്വാസ സ്നാനം എടുക്കാത്ത ആരും യേശുക്രിസ്തുവിനെ മധ്യാകാശത്തിൽ കാണുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ആരാണ് സ്നാനപ്പെടേണ്ടത്? ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ എഴുന്നേറ്റു എന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവന്റെ പഴയ പാപ സ്വഭാവം ജലത്തിൽ ഇറങ്ങി സ്നാനപ്പെടുത്തുമ്പോൾ ആ പാപമുള്ള മനുഷ്യനെ ജഡത്തിൽ അടക്കി വീണ്ടും അവനെ ജലത്തിൽ നിന്ന് ഉയർത്തുമ്പോൾ അവൻ പുതിയ മനുഷ്യനായി രൂപാന്തരം പ്രാപിക്കുന്നു. ഇത് തികച്ചും ആത്മീയമാണ്. ഇത് ഭൗതികമായ വിഷയങ്ങളല്ല. ഇത് ഭൗതിക ചിന്ത കൊണ്ടോ പരിശുദ്ധാത്മാവില്ലാതെയോ ആരെങ്കിലും ഇതിനെ വിവേചിക്കുവാൻ വിചാരിച്ചാൽ നടക്കില്ല. ഇത് വിവേചിക്കേണ്ടത് പരിശുദ്ധാത്മാവിനാലാണ്. മാത്രമല്ല, ഈ വചനം സത്യമാണ്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ ഇത് വായിക്കുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്നത് ജലസ്നാനത്തിലാണ്. വീണ്ടും പുതിയ സൃഷ്ടിയായിട്ടാണ് ഒരു വ്യക്തി എഴുന്നേൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ജലത്തിൽ അഥവാ വിശ്വാസ സ്നാനത്തിൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ സൃഷ്ടിയായി കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യേശുവിനെ കാണുവാനുള്ള അധികാരമുള്ളൂ. പ്രൈസ് ദി ലോർഡ്.
വിശ്വസിക്കുക, രക്ഷിക്കപ്പെടുക. രണ്ടാമതായി സ്നാനപ്പെടുക. മൂന്നാമതായി പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാനിടയാകണം. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവനിൽ വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല പരിശുദ്ധാത്മാവിൽ ജീവിക്കുക, വചനത്തിൽ ജീവിക്കുക, അനുദിന ജീവിതത്തിൽ വചനത്താൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വചനത്താൽ വെടിപ്പാക്കുക. ഗ്ലോറി. വചനത്താൽ വെടിപ്പാക്കുക. എങ്ങനെ വെടിപ്പാക്കാൻ കഴിയും? നാം ആരും പൂർണ്ണരായിട്ടില്ല. പാപപങ്കിലമായ ഈ ലോകത്താണ് നാം ജീവിക്കുന്നത്. ഈ പാപപങ്കിലമായ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആമേൻ ചില തെറ്റുകൾ സംഭവിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ വേദപുസ്തകം വായിച്ചു എങ്കിൽ മാത്രമേ, ധ്യാനിച്ചു എങ്കിൽ മാത്രമേ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരുവൻ ആത്മാവിൽ ജീവിക്കുവാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ജീവിക്കണമോ? യേശുവിന്റെ വരവിൽ എടുക്കപ്പെടണമോ? പ്രൈസ് ഗോഡ്. വിശുദ്ധ വേദപുസ്തകം ആമേൻ ഹല്ലേലൂയ ഹൃദയസ്ഥമാക്കണം, ഹൃദയത്തിൽ സ്വീകരിക്കണം. വിശുദ്ധ വേദപുസ്തകം ആമേൻ മനസ്സിൽ സംഗ്രഹിക്കണം, വേദപുസ്തകം ധ്യാനിക്കണം. എപ്പോഴെങ്കിലും വേദപുസ്തകം വായിക്കുന്ന ഒരു വ്യക്തി ഉയരത്തിലേക്ക് പോകുവാൻ പാടാ. കാരണം ഈ വചനം കൊണ്ടാണ് നമ്മെ കഴുകേണ്ടത്. ഈ വചനം കൊണ്ടാണ് നമ്മെ ശുദ്ധീകരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ വചനം ധ്യാനിക്കാത്ത, ആമേൻ ഹല്ലേലൂയ, ജീവനും ചൈതന്യവും വായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും തുളച്ചു ചെല്ലുന്നിടം വരെ വേർപെടുത്തുന്നതുമായ വിശുദ്ധ വേദപുസ്തകം വായിക്കാത്ത, ധ്യാനിക്കാത്ത ആരും പരമനെ സന്ധിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, ആമേൻ അഭിഷേകത്തിൽ ജീവിക്കുക, വിശുദ്ധ വേദപുസ്തകം ധ്യാനിക്കുക. പ്രൈസ് ദി ലോർഡ്. അടുത്തതായി ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, എന്തിനാണ് യേശു വരുന്നത്? എന്തിനാണ് യേശു വരുന്നത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 24-ാം വാക്യവും 12-ാം അധ്യായം 3-ാം വാക്യവും പറയുന്നത്, തന്റെ ജനത്തെ തന്നോട് ചേർപ്പാൻ യേശു വേഗം വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. തന്റെ ജനത്തെ തന്നോട് ചേർക്കുവാൻ യേശു വേഗം വരുന്നു. എന്തിനാ കർത്താവ് വരുന്നേ? എന്നെയും നിങ്ങളെയും കർത്താവിനോട് കൂടെ ചേർക്കുവാൻ, അവനോട് കൂടെ ഒന്ന് ഇരുത്തുവാൻ. അവൻ അനേക നാളുകളായി കാത്തിരിക്കുന്നതിന്, പ്രൈസ് ദി ലോർഡ്, ഒരു വിരാമം കുറിച്ചുകൊണ്ട് കർത്താവ് കടന്നു വരിക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്നെയും നിങ്ങളെയും തന്റെ വിശുദ്ധന്മാരെ തന്നോട് ചേർക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ഉം 21-ഉം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുവാൻ യേശു വരുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതവും ഈ ലോകത്തിലെ ശരീരവും താഴ്ചയുള്ള ശരീരമാണ്. ഇതിനകത്ത് കൊറോണ വരും, ഇതിനകത്ത് മഹാവ്യാധി വരും, ഇതിനകത്ത് മറ്റും പലവിധമായ രോഗങ്ങളൊക്കെ വരും. പക്ഷേ രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, ആമേൻ പ്രതിസന്ധികളില്ലാത്ത, ആമേൻ വേദനയില്ലാത്ത, ആമേൻ പ്രതികൂലങ്ങളില്ലാത്ത, കഷ്ടത അനുഭവിക്കേണ്ടി വരാത്ത, കണ്ണുനീരില്ലാത്ത ഒരു ലോകം എന്ന് പറയുന്നത് ഉയരത്തിൽ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുവാൻ എന്റെ യേശു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒരുപക്ഷെ നിങ്ങൾ രോഗികളായിരിക്കാം,
ഒരുപക്ഷെ നിങ്ങൾ ദുഃഖിതരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ പലവിധമായ പ്രശ്നങ്ങളുടെ മധ്യത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആ സാഹചര്യത്തിലും ആമേൻ, എന്താ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ടും മറുപടി ഒന്നുമില്ലാത്തത്, എന്താ ഈ രോഗം മാറാത്തത് എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം. പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഞാൻ വിളിച്ചു പറയട്ടെ, രോഗമില്ലാത്ത ദുഃഖമില്ലാത്ത ഒരു ശരീരം ലഭിക്കുന്നത് ഉയരത്തിൽ മാത്രമാ. ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ആമേൻ. ഈ ശരീരത്തിൽ രോഗമുണ്ട്, ഈ ശരീരത്തിന് താഴ്ചയുണ്ട്. ഈ ശരീരത്തെ, താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുവാൻ യേശു വേഗം വരുന്നു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായി, യേശു എന്തിനു വേണ്ടിയാണ് വരുന്നത്? തന്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാനാണ് വരുന്നത്. മത്തായി സുവിശേഷം 25-ാം അധ്യായം 19-ാം വാക്യത്തിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശു കർത്താവ് പറയുന്നു, എന്തിനു വേണ്ടിയാ കർത്താവ് വരാൻ പോകുന്നതെന്നറിയാമോ? എന്നോടും നിങ്ങളോടുമുള്ള കണക്ക് തീർക്കാനാ. കാരണം എന്തിനു വേണ്ടിയാ കണക്ക് തീർക്കുന്നത്? കർത്താവ് ചിലതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രിയരെ. യേശു കർത്താവ് ചിലതൊക്കെ നമ്മെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. അത് മടക്കി കൊടുക്കണം നാം. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ നമുക്ക് കടം തന്നിട്ടുണ്ടെങ്കിൽ നാം അത് മടക്കി കൊടുക്കണമല്ലോ. അതുപോലെ താലന്തുകൾ, ആമേൻ, ഹല്ലേലൂയ, അനേക താലന്തുകൾ കർത്താവ് നമുക്ക് തന്നിട്ട് പോയിരിക്കുന്നു. അനേക താലന്തുകൾ നമ്മെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നു. ഈ താലന്തുകൾ നാം എന്തു ചെയ്തു? എത്രത്തോളം കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു? എത്രത്തോളം കർത്താവിന് വേണ്ടി അവൻ ഒരുങ്ങി? എത്രത്തോളം ആത്മാക്കളെ നേടി? ഈ താലന്ത് നിങ്ങൾ എന്തു ചെയ്തു എന്നറിയുവാൻ, കണക്ക് തീർക്കുവാൻ യേശു വേഗം പ്രത്യക്ഷമാകും. അതുകൊണ്ട് കണക്ക് തീർക്കേണ്ടവരാണ് നാം. ആമേൻ, ഹല്ലേലൂയ. ഈ ലോകത്തിലെ ചിന്തകൾ കൊണ്ട് കർത്താവ് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മറന്നു പോകരുതേ. ഈ ലോകത്തിലെ ചിന്തകൾ കൊണ്ട് കർത്താവ് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മറന്നു പോകരുതേ. ഈ ലോകത്തിലെ ചിന്തകൾ കൊണ്ട് കർത്താവ് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മറന്നു പോകരുത്. കാരണം കണക്ക് തീർക്കേണ്ട ഒരു നാൾ നമുക്കുണ്ട്. അന്ന് നാം കണക്ക് തീർത്തേ മതിയാകൂ. യേശു വന്നതിന് ശേഷം കണക്ക് തീർക്കാൻ കഴിയത്തില്ല. ഏതു നിമിഷത്തിലും കർത്താവ് വരും, കണക്ക് തീർത്തേ മതിയാവുകയുള്ളൂ. നാലാമതായി, ഇടയ ശുശ്രൂഷയ്ക്ക് കിരീടം നൽകുവാനായി യേശു വരുന്നു. 1 പത്രോസ് 5:4. വാടാത്ത കിരീടം തരുവാനായി യേശു കടന്നു വരുന്നു. അഞ്ചാമതായി, വിശുദ്ധന്മാരുടെ ഇടയിൽ മഹത്വപ്പെടേണ്ടതിനും അതിശയമാകേണ്ടതിനുമായി യേശു കർത്താവ് വരുന്നു. 2 തെസ്സലോനിക്കർ 1:6-9 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. വിശുദ്ധന്മാരുടെ ഇടയിൽ മഹത്വപ്പെടുവാനായി യേശു വരുന്നു. ആറാമതായി, കാത്തിരിക്കുന്നവരെ ചേർക്കാനായി യേശു വരുന്നു. ആരൊക്കെ കാത്തിരിക്കുന്നുവോ, എത്ര നാളായി പ്രാണനാഥന് വേണ്ടി കാത്തിരിക്കുന്നുവോ, ആ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് വേഗത്തിൽ തമ്പുരാൻ കടന്നു വരികയാ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് പ്രിയരെ. അനേക നാളുകളായി കാത്തിരിക്കുകയല്ലേ, 2000 വർഷം കൊണ്ട് പറയുകയല്ലേ, യേശു വേഗം വരും, യേശു വേഗം വരും, മാറനാഥ എന്ന് യേശു വേഗം വരും, അവൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് 2000 വർഷങ്ങൾക്ക് അവൻ മുമ്പ് മുതൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയേ അല്ലേ. ഇതുവരെ യേശു വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ക്ഷീണിച്ചു പോകരുതേ. യേശു വേഗം വരും. എന്തിനു വേണ്ടിയാ യേശു വരുന്നേ? അവൻ കാത്തിരിക്കുന്ന നിങ്ങളെയും എന്നെയും ചേർക്കുവാനായിട്ട് യേശു വേഗം വരും. ഏഴാമതായി, വിശുദ്ധന്മാർക്ക് പ്രതിഫലം തരുവാനായി യേശു വരും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നന്മയായാലും തിന്മയായാലും തക്ക പ്രതിഫലം നൽകുവാൻ യേശു വേഗത്തിൽ വരുന്നു. അതുകൊണ്ട് അവൻ യേശു വരുന്ന എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലായല്ലോ. പ്രൈസ് ഗോഡ്. യേശു വേഗത്തിൽ വരുന്നു തന്റെ സഭയെ ചേർത്തുകൊള്ളുവാനായി. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകുവാനല്ല, ചേർത്തുകൊള്ളപ്പെട്ടവരുടെ കൂട്ടത്തിൽ അകപ്പെടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അന്ന് തള്ളപ്പെട്ടു പോകുവാനല്ല, ചേർത്തുകൊള്ളപ്പെടുന്ന തന്റെ മണവാട്ടിയെ തന്നോട് ചേർത്തുകൊള്ളുവാൻ അടുത്തു വരുമ്പോൾ, നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന്
പറയുവാൻ ഒരിക്കലും ഇടയാകരുത് പ്രിയ ദൈവമക്കളെ. 5-10 കന്യകമാരുടെ അവസ്ഥ നമുക്കറിയാം. 5 കന്യകമാർ ബുദ്ധിയോട് പ്രവർത്തിച്ചു. 5 പേർ ബുദ്ധിയില്ലാതെ പ്രവർത്തിച്ചത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ തള്ളപ്പെടുവാനിടയായി. അവരെ അറിയാതെ പോയി കർത്താവ്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല അനേക പ്രവചനങ്ങളും രോഗശാന്തി ഭൂതശാന്തി ഒക്കെ വരുത്തിയിട്ടും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് യേശു പറയുവാൻ ഇടയാകരുത്. അതുകൊണ്ട് യേശു കർത്താവിന്റെ വരവിൽ തള്ളപ്പെടുവാനല്ല, ആമേൻ, ചേർക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അകപ്പെടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രധാനമായി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. രക്ഷ വ്യക്തിപരമാണ്, അത് കുടുംബത്തിനുള്ളതല്ല. അവർ രക്ഷിക്കപ്പെട്ടിട്ട് ശേഷം ഞാൻ രക്ഷിക്കപ്പെടാം, അവർ ദൈവഭാഗത്തിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ കടന്നു വരാം, അവരൊക്കെ പോകാമെങ്കിൽ ഞാൻ വിശ്വാസത്തിൽ പോകാം, അവരൊക്കെ യേശുവിനെ അറിയാമെങ്കിൽ ഞാൻ യേശുവിനെ അറിയാം എന്നൊന്നും ആരും പറഞ്ഞ് തങ്ങളുടെ സമയം വ്യർത്ഥമാക്കരുത്. മറിച്ച് രക്ഷ വ്യക്തിപരമായതുകൊണ്ട് നീ രക്ഷിക്കപ്പെട്ടാൽ നിന്നെ ചേർത്തുകൊള്ളുവാൻ യേശു വരുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ രക്ഷ വ്യക്തിപരമായതുകൊണ്ട് അത് മറ്റുള്ളവരെയും കുടുംബക്കാരെയോ സമൂഹത്തെയോ ആരെയും അതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. രക്ഷ വ്യക്തിപരമാണ്. ആമേൻ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൽ ജീവിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന തന്റെ മക്കളുടെ ഭാവി പ്രത്യാശ കർത്താവിന്റെ മടങ്ങി വരവായതുകൊണ്ട് ആ കർത്താവിന്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടുവാൻ പ്രത്യേകം നാം ഒരുങ്ങി കാത്തിരിക്കാം. ഒന്നുകൂടെ പറയട്ടെ, ഒന്നാമത്തെ യേശുവിന്റെ വരവിൽ അവൻ യേശുവിനെ സ്വീകരിക്കാത്ത ആരും രണ്ടാമത്തെ മടങ്ങി വരവിൽ യേശുവിനെ കാണുവാൻ കഴിയത്തില്ല. ഒന്നാമത്തെ വരവിൽ യേശുവിൽ വിശ്വസിക്കാത്ത ആരും രണ്ടാമത്തെ വരവിൽ യേശുവിനെ കാണുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക. യേശു വേഗം വരുന്നു. കർത്താവിന്റെ മടങ്ങി വരവ് വളരെ വേഗത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയാം, ആമേൻ, മാറനാഥ വേഗം വരണമേ, മാറനാഥ കർത്താവായ യേശുവേ വേഗം വരണമേ. ഈ ലോകത്തിലെ കഷ്ടതകളും ഈ ലോകത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി സന്തോഷ സുദിനത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഒരു ദിവസം ആഗതമായിരിക്കുന്നത് കൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ആമേൻ നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധാനത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ വരവേറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ടും അങ്ങയുടെ വരവേറ്റവും ആസന്നമായിരിക്കുന്നത് കൊണ്ട് അങ്ങയുടെ വരവിൽ ഞങ്ങൾ തള്ളപ്പെട്ടു പോകുവാനല്ല, വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകത്തിൽ ജീവിച്ച് വിശുദ്ധ വേദപുസ്തകത്തിന്റെ സത്യത്തെ ഉൾക്കൊണ്ട് അത് ധ്യാനിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് വാട്ടവും മാലിന്യവും കറയും ചുളുക്കവും ഒന്നുമില്ലാത്ത വിശുദ്ധ സഭയായി അങ്ങയുടെ വരവിനെ കാത്തിരിക്കുന്നവരായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണം. ഈ വചനം പറഞ്ഞ എന്നെയും വചനം കേട്ട ദൈവജനത്തെയും ഈ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ്